നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ യൂറോ കപ്പിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കപ്പ് നേടും, ഫേവറേറ്റ്സ് ആണ്, ഈ സ്കോഡ് വെച്ചിട്ട് 2 ടീം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല ടീമുകളും ഗ്രൂപ്പ് സ്റ്റേജിൽ വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മരണ ഗ്രൂപ്പിൽ ഫ്രാൻസ് 2ാം സ്ഥാനത്തേക്ക് പോയി. ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രിയയുടെ ഒരു മിന്നുന്ന പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അവർ നെതർലൻഡ്സിനെ 3-2 തോൽപ്പിച്ചുകൊണ്ട് 6 പോയിന്റുകൾ സ്വന്തമാക്കിയാണ് ആ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തേക്ക് വരുന്നത്. ക്രെഡിറ്റ് കൊടുക്കേണ്ടത് റാൽഫ് റാംഗ്ലിക് എന്ന് പറയുന്ന മാനേജർക്ക് തന്നെയാണ്. പുള്ളി യുണൈറ്റഡിൽ ഇന്ററിം മാനേജറായിട്ട് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കുറെ കമന്റ്സ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. പുള്ളി മാനേജർ മെറ്റീരിയൽ അല്ല, ഇതുപോലുള്ള ബിഗ് ക്ലബ്സിനെ മാനേജ് ചെയ്യാൻ പറ്റിയ നോഹോ പുള്ളിയുടെ കയ്യിലില്ല, ഇങ്ങനെയുള്ള പല കമന്റ്സുകളും നമ്മൾ കേട്ടിരുന്നു. എന്നാൽ പ്രോപ്പർ പ്ലേയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കളിപ്പിക്കാൻ സാധിക്കുമെന്ന് ഓസ്ട്രിയയുടെ പെർഫോമൻസിലൂടെ അദ്ദേഹം തെളിയിച്ചു. കിഡിലെ പെർഫോമൻസ് ആണ്. അത് മാത്രമല്ല, യൂറോ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഫാൻസ് ഈ വർഷത്തെ കറുത്ത കുതിരകൾ ഓസ്ട്രിയ തന്നെയാണെന്ന് കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടിവരയിടുന്ന ഒരു പെർഫോമൻസ് ആണ് ഓസ്ട്രിയ സൈഡ് നമ്മൾ കണ്ടത്. നെതർലാൻഡ് 3ാം സ്ഥാനത്തേക്ക് പോയി. അത് മാത്രമല്ല, മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് സ്ലൊവേനിയക്കെതിരെ 0-0 സമനില വഴങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ പെർഫോമൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഫ്രാൻസിന്റെ പെർഫോമൻസിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയാനുണ്ട്. ഇന്ന് ഫ്രാൻസിന്റെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശോകമായിട്ടുള്ള ഡിഫൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഉപമിക്കാനൊക്കെ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് ഒരു ഐഡിയ ഇല്ല. പുള്ളി 2-3 പ്രാവശ്യം ഈസി ആയിട്ട് കൊടുക്കേണ്ട ബിൽഡപ്പ് പാസ് കറക്റ്റ് ആയിട്ട് പോളണ്ട് പ്ലെയറിന്റെ കാലിലേക്കാണ് അടിച്ചു കൊടുത്തത്. ഇപ്പൊ 2 ഗോളുകളും പെനൽറ്റിയിലൂടെയാണ് വന്നത്. എംബാപ്പെ പെനൽറ്റിയിലൂടെ സ്കോർ ചെയ്തു. ലെവൻഡോസ്കിയുടെ ആദ്യ അറ്റംപ്റ്റ് മെയിനിൽ സ്കോർ ചെയ്തു. പക്ഷെ പുള്ളി ഗോൾ ലൈനിൽ നിന്ന് പുറത്തേക്ക് വന്നതുകൊണ്ട് അത് റീടേക്ക് എടുക്കുകയും സെയിം ഡയറക്ഷനിൽ ലെവൻഡോസ്കി അടുത്ത ഷോട്ട് അടിച്ച് അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് ഫ്രാൻസ് തന്നെയാണ്. പക്ഷെ എംബാപ്പയുടെ ഒരു 1-on-1 ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഡയറക്റ്റ് ആയിട്ട് കീപ്പറെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് ഒന്നും ഫ്രാൻസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുതപരമായ കാര്യം. ഇംഗ്ലണ്ടിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഇമ്പ്രൂവ്മെന്റും നമ്മൾ കാണുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു 10 മിനിറ്റ്, സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റിൽ ഒരു 10 മിനിറ്റ്, അത് മാത്രമാണ് ഇംഗ്ലണ്ട് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് കളിച്ചത്. ബാക്കിയെല്ലാം നമ്മൾ പ്രെഡിക്റ്റബിൾ ആകുന്ന നെഗറ്റീവ് ഫുട്ബോളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മിഡ്ഫീൽഡിൽ അർണോൾഡ് ഇറങ്ങിയില്ല, അതൊരു പോസിറ്റീവാണ്. ഗാലഗറെ സൗത്ത് ഗേറ്റ് കളിപ്പിച്ചു. പക്ഷെ പലപ്പോഴും സേഫ് ആയിട്ടുള്ള പാസ് മാത്രമാണ് ഈ മിഡ്ഫീൽഡർ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റാറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ 100% പാസ് ആക്യുറസി ഒക്കെ കാണും. പക്ഷെ ഈ പാസ് കൊടുക്കുന്നത് മറ്റൊരു ഡിഫറന്റെ കയ്യിലേക്കോ അല്ലെങ്കിൽ ഗോൾ കീപ്പർ അടുത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആക്യുറസി കാണും, കാര്യമായിട്ടുള്ള റിസ്ക് ഒന്നും എടുക്കാനില്ല. പക്ഷെ മുമ്പോട്ട് പോയിട്ടുള്ള പാസ് കണ്ടത് എനിക്ക് തോന്നുന്നു കോൾ പാമറിന്റെ റീപ്ലേസ്മെന്റ് വന്നതിന് ശേഷമാണ്. മിഡ്ഫീൽഡിൽ പുള്ളി ഇറങ്ങിയതിന് ശേഷം 1-2 കിഡിലെ പാസ്സൊക്കെ വന്നു, അറ്റാക്കിംഗ് മൊമെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹാരി കെയ്ൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഡിഫൻഡർ അല്ല, മിഡ്ഫീൽഡർ അല്ല, പുള്ളി ഒരു സ്ട്രൈക്കർ ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉറപ്പാണ് പുള്ളി ഒരു പ്ലേ മേക്കർ ആണ്, ഇറങ്ങി വന്ന് ബോളൊക്കെ പാസ് ചെയ്യാൻ മിടുക്കനാണ്. പക്ഷേ ബോൾ പാസ് ചെയ്യുന്ന സമയത്ത് ബോക്സിലാണെങ്കിലും വേണ്ടേ, ഒന്നുകിൽ മിഡ്ഫീൽഡ് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇറക്കുക, അതല്ലെങ്കിൽ പുള്ളിയെ മിഡ്ഫീൽഡ് കളിപ്പിക്കുക. ഇതിപ്പോ സ്ട്രൈക്കറും മിഡ്ഫീൽഡറും കളിപ്പിച്ചതുകൊണ്ട് അറ്റാക്കിംഗ് വൈസ് യാതൊരു അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിന് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തു തന്നെയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാല് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇംഗ്ലണ്ട് സൈഡിൽ ഉണ്ടായിരുന്നു, പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ പൊസിഷൻ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. ബെല്ലിംഗാമിന് കിട്ടിയ ഒരു ഹാഫ് ചാൻസ്, ഫോർഡിന്റെ ഒരു ഹാഫ് ചാൻസ്. പക്ഷെ എല്ലാവരും ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. ചെറിയ പോക്കറ്റിലൊക്കെ മൊമെന്റ് ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള അറ്റാക്കിംഗ് സ്റ്റൈലൊന്നും നമ്മൾ ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ലീഡറായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇനി നോക്കൌട്ടിൽ പോയിട്ട് എന്ത് കാണിക്കുന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ്. എന്തായാലും സ്പെയിനാണ് 3 കളികളിൽ ജയിച്ച് മുമ്പോട്ട് പോയത്. പോർച്ചുഗൽ നല്ല ഫോമിലാണ്. ജർമ്മനി കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.